ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം നമുക്ക് കഴിഞ്ഞു അല്ലേ? സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയവരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അല്ലേ? എന്നാൽ നമുക്കറിയാം, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി നമ്മുടെ ചോദ്യങ്ങൾ ഏത് ലെവലിലാണ് വരുന്നതെന്ന് അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ട് നമുക്ക് സെക്കൻഡ് ഫേസിലേക്കുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പ് കൃത്യതയോടുകൂടി ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെക്കൻഡ് ഫേസിൽ നമുക്ക് പരീക്ഷ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ ക്വസ്റ്റ്യൻ്റെയൊക്കെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ നമുക്ക് കോമ്പിനേഷൻ ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയത്തക്ക രീതിയിലുള്ള നല്ല ചോദ്യമാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹിസ്റ്ററിയുടെ പോർഷൻസ് നമ്മളൊന്ന് നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മുഗൾ ആർക്കിടെക്ചറിനെ പറ്റിയുള്ള ചോദ്യം ഉണ്ടായിരുന്നു, നല്ല ചോദ്യമാണ് അത് വന്നത്. അതുപോലെ തന്നെ 1857 റിവോൾട്ടിനെ പറ്റിയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, കൂടാതെ കോൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ കേരള റിനൈസൻസ് എന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് വന്നത്. ഓക്കെ, അപ്പം ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും ഹിസ്റ്ററിയിൽ ഉദാഹരണത്തിന് നമുക്ക് റിനൈസൻസിൽ നിന്ന് വന്നൊരു ചോദ്യം, കേരള റിനൈസൻസിൽ നിന്ന് വന്നൊരു ചോദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രമല്ലായിരുന്നു. എന്തൊക്കെയാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് SNDPയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നീട് നമുക്ക് അതിനുശേഷം TK മാധവനുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്, വരുന്ന ചോദ്യപേപ്പറുകളിലും നമുക്ക് ഇതേ രീതിയിലുള്ളൊരു പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യുന്ന ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടോ എന്നറിയത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. UNOവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യതയോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സെക്കൻഡ് ഫേസ് എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജി, നമ്മൾ ആദ്യം മുതൽ പറയുന്ന നമ്മുടെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം നമ്മൾ കൃത്യതയോടുകൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് ഫേസ് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഡിഗ്രി സെക്കൻഡ് ഫേസിൽ നടക്കാനായിട്ടുള്ള എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറെ കൃത്യതയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി മിറാക്കിൾ 2.0 എന്നുള്ള ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് 30 days ക്രാഷ് ബാച്ചാണ് ഈ ഒരു കോഴ്സിൽ വരുന്നത്. അതുപോലെ തന്നെ 30 days ടൈം ടേബിൾ നമ്മൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് 10 മോഡൽ എക്സാമുകൾ തീർച്ചയായിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സാമുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂ ബാച്ച് ഓപ്പണാണ്, അതിൻ്റെ അഡ്മിഷൻ ഓപ്പണാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ പഠിക്കാം. അപ്പം ഇത്തവണത്തെ പരീക്ഷ ഏറ്റവും നന്നായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ കോഴ്സ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. അതിനായിട്ട് 85 90 20 23 23 എന്നുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഓക്കെ, ഇന്ന് തന്നെ കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുക, ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർപ്പിച്ചോട്ടെ, അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. ഓക്കെ.